സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ 3 വർഷങ്ങൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രിയപ്പെട്ട പരിശീലകൻ ഇവാൻ വുക്കമനോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പടിയിറങ്ങുകയാണ്. അടുത്ത സീസണിൽ ആ ഒരു വെള്ള ഷർട്ടൊക്കെ ഇട്ട് ബ്ലാസ്റ്റേഴ്സിനൊപ്പം അദ്ദേഹം ഉണ്ടാവില്ല. ഒഫീഷ്യൽ കൺഫർമേഷനും വന്നു. ഒരു പരിശീലകൻ എന്ന നിലയിൽ, ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ എന്ന നിലയിൽ അതിന് സ്വന്തമാക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം റെക്കോർഡുകളും അച്ചീവ്മെന്റ്സും സ്വന്തമാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. ഒരു ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പരിശീലകരെ മാറ്റി പരീക്ഷിച്ച ഒരു ചീത്തപ്പേരുണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരു പരിശീലകനെ വെച്ച് കൂടുതൽ മാച്ചുകൾ അല്ലെങ്കിൽ കൂടുതൽ സമയം ഒരു പരിശീലകന് ഉപയോഗിച്ചു എന്ന റെക്കോർഡിലേക്കുള്ള മാറ്റം, ആൻഡ് പല സമയത്തും പല സീസണുകളിലും ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ അവസാന സ്ഥാനത്തൊക്കെ ഫിനിഷ് ചെയ്ത ടീമിൽ നിന്നും കൺസിക്യൂട്ടീവായിട്ട് 3 സീസണുകളിൽ പ്ലേ ഓഫ് കളിച്ച ടീമിലേക്കുള്ള മാറ്റം, ആൻഡ് പല വമ്പൻ ടീമുകൾക്കെതിരെ മുട്ടുകുത്തിയിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ISLലെ എല്ലാ ടീമുകൾക്കെതിരെ മോഹൻ ബഗാൻ, മുംബൈ സിറ്റി FC ഗോവ അങ്ങനെ എല്ലാ ടീമുകളെയും തോൽപ്പിച്ചിട്ടുള്ള റെക്കോർഡുകൾ, കൂടുതൽ വിജയങ്ങൾ, ഹോം വിജയങ്ങൾ, എവേ വിജയങ്ങൾ, വിന്നിംഗ് പെർസെൻറ്റേജ്, കൂടുതൽ പോയിന്റ്സ്, ലോങ്ങസ്റ്റ് അൺബീറ്റൺ റണ്ണ്, അടുപ്പിച്ചുള്ള കൺസിക്യൂട്ടീവ് 2-3 മാച്ചുകൾ അടുപ്പിച്ചുള്ള വിജയം, അതുപോലെ തന്നെ ടോപ്പ് ഓഫ് ദി ടേബിളും ഫോറിൻ പ്ലേയേഴ്സിന്റെ പെർഫോമൻസും വിന്നിംഗ് സ്റ്റാർട്ടൊക്കെ ഒരു അത്ഭുതമായി മാറാതിരുന്നതും ഇവാന് ശേഷമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു ട്രോഫി എന്ന് പറയുന്ന ഒരു സാധനം ഒഴികെ ബാക്കി നേടാവുന്നതിന്റെ മാക്സിമം നേടിയിട്ടുള്ള ഒരു പരിശീലകനാണ് ഇവാൻ വുക്കമനോവിച്ച്. സോ ഇതിന് പകരം ഇനി ആര് വന്നാലും, ഏത് കൊലകൊമ്പൻ വന്നാലും ഈ പറഞ്ഞ റെക്കോർഡുകൾ മറികടക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ അച്ചീവ്മെന്റ്സ് മാറ്റി എഴുതുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. എല്ലാവരും പുച്ഛിച്ചുകൊണ്ടിരുന്ന, യാതൊരു വിലയില്ലാതിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് തന്ന പരിശീലകനാണ് ഇവാൻ. ഇനി ആര് വന്നാലും അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി ഈ സ്റ്റാൻഡേർഡിൽ നിന്ന് താഴെ പോകാതിരിക്കുക എന്ന് പറയുന്നതാണ്. അതൊരു ഓക്കെ പെർഫോമൻസ്, ഒരു ആവറേജ് പെർഫോമൻസ് കൊണ്ട് പോലും ഇനി വരുന്ന പുതിയ പരിശീലകനാണെങ്കിലും അല്ലെങ്കിൽ മാനേജ്മെന്റിനാണെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു പ്രഷർ ഉണ്ടാവും. ഇവാനായിട്ടുള്ള കമ്പാരിസൺസ് വരും, കഴിഞ്ഞ സീസൺസിലെ നമ്പേഴ്സ് ആയിട്ടുള്ള കമ്പാരിസൺസ് വരും. അവിടെ എല്ലാം ഇനി എങ്ങോട്ടും നമ്മൾ ഒരുപാട് ഉയർന്ന് കേൾക്കാൻ പോകുന്ന പേര് തന്നെയായിരിക്കും ഇവാൻ വുക്കമനോവിച്ച് എന്ന സെർബിയൻ പരിശീലകൻ്റേത്. ISL അല്ലെങ്കിൽ സൂപ്പർ കപ്പിലോ ഡൂറൻ കപ്പിലോ ഇന്നേ ഒരു ട്രോഫി വിൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഇവാന് മുൻപും ശേഷം എന്ന രീതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ തരം തിരിക്കാവുന്ന രീതിയിൽ ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു സ്റ്റാൻഡേർഡ് മാറിയിട്ടുണ്ട്. സോ ഇവിടെ വരുന്ന ഏറ്റവും വലിയൊരു ചോദ്യം ഇനി ഈ ഒരു ഡിസിഷനെ പറ്റിയാണ്. അതിപ്പോൾ ഫുട്ബോളിൽ അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലാണെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിൽ 2 അഭിപ്രായങ്ങൾ വരും, നല്ലതായിട്ടും ചീത്തയായിട്ടുള്ള അഭിപ്രായങ്ങൾ വരും. ഇതിലും തീർച്ചയായിട്ടും 2 ഭാഗത്തുള്ള ശക്തമായിട്ടുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ ഇതിനെ അനുകൂലിക്കുന്നവരുമുണ്ട്. സോ ഈ കാര്യത്തിൽ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറയാൻ സാധിക്കുക. ഈ പറഞ്ഞ പോലെ മാച്ചുകൾ കാണുന്ന ഒരാളെന്ന രീതിയിൽ എൻ്റെ അഭിപ്രായം മാത്രമാണ് ഇനി ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. സോ നമ്മൾ ഇതിന് മുൻപും ഈ സീസണിന്റെ നടുക്ക് വെച്ച് FC ഗോവയ്ക്കെതിരെയുള്ള വിജയത്തിന് മുൻപേ തന്നെ ഒരു വീഡിയോ ചെയ്തതാണ് ഈ പറഞ്ഞ പോലെ ഇവാനെ പുറത്താക്കാനുള്ള സമയമായോ എന്നുള്ളത്. ആ സമയത്ത് നമ്മൾ വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ്, ഇവാൻ എന്ന് പറയുന്ന പരിശീലകൻ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ കൊണ്ടുവന്ന മാറ്റത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള റിസോഴ്സസിനെ പറ്റി കൂടി സംസാരിക്കണം. ഫസ്റ്റ് സീസണിൽ ഫൈനലിൽ എത്തി, പക്ഷേ അതിനുശേഷമുള്ള 2 സീസണിലും ആ ഒരു ഫസ്റ്റ് ഫേസ് കഴിഞ്ഞതിന് ശേഷം ടീമിന് നല്ല രീതിയിലുള്ള ഒരു ഡൗൺഫോൾ ഉണ്ടായിട്ടുണ്ട്. അത് ഈ സീസണിലും കഴിഞ്ഞ സീസണിലും നമ്മൾ കണ്ടു. പക്ഷേ അവിടേക്കും നമുക്ക് വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ ന്യായീകരണം എന്ന് പറയാൻ പറ്റുന്നത്, പോസിറ്റീവായിട്ട് തന്നെ പറയാം, ന്യായീകരിക്കാൻ പറ്റുന്ന റീസൺസ് ഉണ്ടായിട്ടുണ്ട്. ഇഞ്ചുറീസ് അല്ലെങ്കിൽ കൃത്യമായ ബാക്കപ്പ് ഇല്ലാത്ത ഒരു പ്രശ്നം, അത് ഫോറിൻ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലാണ് പ്രത്യേകിച്ചും. നമ്മളൊരു സെറ്റ് ഓഫ് ഫോറിൻ പ്ലേയേഴ്സിനെ വെച്ച് കളിക്കുമ്പോൾ അതിൽ ചില പ്ലേയേഴ്സ് കീ പ്ലേയേഴ്സ് ആയിട്ട് വരും. ആ കീ പ്ലേയേഴ്സിൽ ടീം വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യും. പക്ഷേ അത് ഫുള്ളി 1-2 പ്ലേയേഴ്സിലേക്ക് മാത്രമായിട്ട് മാറുമ്പോൾ ആ പ്ലേയേഴ്സ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന് കൃത്യമായ ബാക്കപ്പ് ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് മാനേജ്മെൻറ്റിൻ്റെ കടമയാണ്. അതിപ്പോൾ നമ്മൾ മുംബൈയെ നോക്കുകയാണെങ്കിലും മോഹൻ ബഗാനെ നോക്കുകയാണെങ്കിലും അവരുടെ കീ പ്ലേയേഴ്സിനെ എന്തെങ്കിലും കാരണവശാൽ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഇഞ്ചുറി വരികയോ ചെയ്താൽ, ഗെയിമിൽ കളിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയോ ചെയ്താൽ അതിനൊത്ത ബാക്കപ്സ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. സോ അവർക്ക് അധികം ആ ഒരു വിടവ് ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായുള്ള മാച്ചുകളിൽ മുംബൈ, മോഹൻ ബഗാൻ പോലെ ടീമുകൾ 1-2 സ്ഥാനത്ത് ഫിനിഷ് ചെയ്തതും എല്ലാ സീസണിലും ഒരു സെമി ഫൈനൽ എത്തുക ചെയ്യുന്നത്. ഇവാന്റെ കാര്യത്തിൽ ഈ പറഞ്ഞൊരു ലക്ഷറി അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു പ്രിവിലേജ് അതിന് കിട്ടിയിട്ടുള്ളത് വളരെ കുറവാണ്. സോ ഒരു സെറ്റ് ആയിട്ടുള്ള, ഒരു സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ലെവലിൽ ഇറക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ്, അവൈലബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സിനെ വെച്ചിട്ട് ഈ സീസണിലും കഴിഞ്ഞ സീസണിലും ആ സെക്കൻഡ് ഫേസ് കളിക്കാൻ ഇവാന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ചോദ്യം തന്നെയാണ്. അവിടെയാണ് ഇവാന് ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ഇനി സെറ്റ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ലെവൽ കിട്ടിയിട്ടുള്ള മാച്ചുകളിൽ ആ ഫേസിൽ ഇവാൻ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. 2 സീസണിലും ആ ടോപ്പ് ഓഫ് ദ ടേബിളിലാണ് ഫസ്റ്റ് ഫേസ് കഴിയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനിപ്പിച്ചത്. അതിനുശേഷമാണ് അതിപ്പോൾ ഇഞ്ചുറീസ് എന്ന് പറയാൻ ചിലപ്പോൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ മറികടക്കാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും. പക്ഷേ ഇഞ്ചുറീസ് വരുമ്പോൾ അതിനെ കരുതിയിരിക്കാൻ അല്ലെങ്കിൽ അത് ടീമിൻ്റെ സ്ക്വാഡിനെ അല്ലെങ്കിൽ അവൈലബിലിറ്റിയെ ബാധിക്കാത്ത തരത്തിൽ ഹാൻഡിൽ ചെയ്യേണ്ടത് കോച്ചിനേക്കാൾ കൂടുതൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്വമായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ അവിടെ ഒരു നല്ല സെറ്റായിട്ടുള്ള ഒരു സ്ക്വാഡിനെ ഒരു സീസൺ ലോങ് കളിപ്പിക്കാൻ അതിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് സീസണിൽ മാത്രമായിരിക്കും. ആ സീസണിലാണെങ്കിൽ ഫൈനൽ വരെ എത്തിക്കാനും അതിന് സാധിച്ചിട്ടുണ്ട്. സോ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഒരു സീസൺ കൂടി, അതും ഈ പറഞ്ഞ പോലെ ഒരു സെറ്റായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ബാക്കപ്സ് ഉള്ള, ഇഞ്ചുറീസ് അധികം വരാത്തൊരു സീസൺ അതിന് കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ അതിൻ്റെ പെർഫോമൻസ് വെച്ചിട്ടായിരിക്കണം ഈ പറഞ്ഞ പോലെ മാറ്റങ്ങളിലേക്ക് പോവേണ്ടിയിരുന്നത് എന്നൊരു അഭിപ്രായമുണ്ട്. സോ ഇപ്പോൾ എടുത്ത തീരുമാനം അത് ഇവാനോട് ചെയ്ത ചെറുതല്ലാത്തൊരു അനീതിയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹം
ഡിസർവിങ് ആയിരുന്നു അത്തരത്തിലൊരു സീസൺ. ഇഞ്ചുറീസ് വന്നാൽ തന്നെ പകരം ബാക്കപ്സിന് ഇന്ത്യൻ പ്ലേയേഴ്സും ഫോറിൻ പ്ലേയേഴ്സുള്ള ഒരു സീസൺ അതിന് കൊടുത്തിട്ട് അവിടെ അതിന് പെർഫോം ചെയ്യാനോ ഒരു ടൈറ്റിൽ വിൻ ചെയ്യാനോ സാധിച്ചില്ലെങ്കിൽ നമുക്ക് 100% പറയാം മാറ്റി പരീക്ഷിക്കേണ്ട സമയമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 സീസണിലും അതായിരുന്നില്ല അവസ്ഥ. ഇനി ഇതിനെ അനുകൂലിക്കുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട വാദമെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ 3 സീസണുകൾ അതിന് കിട്ടിയിട്ടും ഒരു ട്രോഫി വിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ആൻഡ് ഗെയിം പ്ലാൻ ആണെങ്കിലും ടാക്ടിക്സ് ആണെങ്കിലും 4-4-2 ഫോർമേഷനൊക്കെ ഒരുവിധപ്പെട്ട എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും മടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. ആൻഡ് ഗെയിം പ്ലാനിൽ ആണെങ്കിൽ പുതുതായിട്ടൊന്നും കൊണ്ടുവരുന്നില്ല, അപ്ഡേറ്റ് ചെയ്യുന്നില്ല, യൂസ് ചെയ്ത ടാക്ടിക്സ് വീണ്ടും യൂസ് ചെയ്യുന്നു. പിന്നെ ലൂണ എന്ന് പറയുന്ന പ്ലെയറിൽ അമിതമായി ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻസ് വൈകുന്നു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ ഒരു മെജോറിറ്റി കാര്യങ്ങൾ ഇപ്പോൾ ലൂണ ഡിപ്പെൻഡൻസി ആണെങ്കിലും സബ് വൈകുന്നതാണെങ്കിലും ചില ഗെയിം പ്ലാനിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിലൊക്കെ ഈ നേരത്തെ പറഞ്ഞ റീസൺ തന്നെയാണ് എഫക്ട് ചെയ്യുന്നത്. നല്ല ബാക്കപ്പ് പ്ലേയേഴ്സ് ഇല്ലാത്തത് അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ട്രോങ് ആയിട്ടുള്ള 11 അവൈലബിൾ ആവാത്തത് അതെല്ലാം കാരണമാണ്. പക്ഷേ ഇതിനോട് ഞാൻ യോജിക്കുന്ന ഒരു ഫാക്ടർ ഉണ്ട്. ഈ 3 സീസൺ കളിച്ചിട്ടും കോച്ചിന്റെ ഗെയിം പ്ലാനിൽ കാര്യമായുള്ള വേരിയേഷൻ കൊണ്ടുവരാനോ അപ്ഡേഷൻ കൊണ്ടുവരാനോ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. അതൊരു പ്രശ്നമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിഡറിങ് ഈ പറഞ്ഞ പോലെ അവസാനമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാ ടാക്ടിക്സും എക്സ്പോസ് ആയി എന്നുള്ളത് കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ചേഞ്ചിലേക്ക് പോകാൻ ഇവാൻ ശ്രമിക്കാത്തത് ചെറുതായിട്ട് എന്നെയും ഈ നിരാശപ്പെടുത്തിയ ഒരു കാര്യമാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഒരു കോച്ച് ഒരു സെയിം പ്ലാൻ തന്നെ ഈ പറഞ്ഞ തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനൊറ്റ സ്ട്രെങ്ത് ഉള്ള പ്ലേയേഴ്സും അത് മറ്റാർക്കും തകർക്കാൻ പറ്റാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഓക്കെ, അത് പ്രശ്നമില്ലാത്ത കാര്യമാണ്. പക്ഷേ അത് തകർക്കാൻ പറ്റി, അത് തകർന്നു കഴിഞ്ഞതിന് ശേഷവും വീണ്ടും അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുമ്പോൾ ഈസി ആയിട്ട് എല്ലാ ടീമിനും ആ ടാക്ടിക്സിനെ മറികടക്കാൻ സാധിച്ചേക്കും. സോ എക്സ്പോസ് ആയ ടാക്ടിക്സിന് ഒരു കംബാക്ക് കൊണ്ടുവരാൻ ഈ 3 സീസണിലും ഇവാൻ ശ്രമിച്ചിട്ടില്ല. കുറച്ചുകൂടി പ്രഡിക്റ്റബിൾ ആയിട്ട് മാറുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രഡിക്റ്റബിൾ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അവിടെ ഒരു അപ്ഡേഷൻ കൊണ്ടുവരേണ്ടത് ഏതൊരു കോച്ച് ശ്രമിക്കുന്ന കാര്യമാണ്. ഒരു പക്ഷേ ഇനി സീസണിന്റെ നടുക്ക് വെച്ച് അതിന് ശ്രമിച്ചിട്ട് അത് വമ്പൻ പരാജയമായി കഴിഞ്ഞാൽ അത് ആ ഒരു റിസ്കിലേക്ക് പോകാത്തത് കൊണ്ടായിരിക്കാം അത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ആ ഫിലോസഫിയിലും ആ ഗെയിം പ്ലാനിലും തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഇവാൻ മുന്നോട്ട് പോയത്. പക്ഷേ എവിടേക്കോ 3ാമത്തെ സീസൺ എത്തിയപ്പോഴെങ്കിലും 3ാമത്തെ സീസണിന്റെ തുടക്കത്തിലെങ്കിലും ആ ഒരു ചേഞ്ച് കൊണ്ടുവരേണ്ടത്, ഓപ്പണന്റിനെ ഒന്ന് സർപ്രൈസ് ചെയ്യുന്ന രീതിയിൽ ഈ ടാക്ടിക്സിൽ ഒരു അപ്ഡേഷനോ ഒരു വേരിയേഷനോ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അത് 2ാമത്തെ സീസണിന്റെ തുടക്കത്തിൽ തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരേ ടാക്ടിക്സ് അല്ലെങ്കിൽ ഒരേ ഗെയിം പ്ലാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ തുടർച്ചയായി 2ാമത്തെ സീസണിൽ യൂസ് ചെയ്താൽ അത് പഠിച്ചിട്ട് തന്നെയായിരിക്കും റീപ്ലേസും ഗെയിംസും ഒക്കെ എല്ലാ കോച്ചിനും എല്ലാ ടീമുകൾക്കും അവൈലബിൾ ആയിരിക്കും. സോ അത് കണ്ടിട്ട് പഠിച്ച് വന്ന് അവർക്ക് ഒരു കൗണ്ടർ ടാക്ടിക്സ് ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. അത് ഗ്രൗണ്ടിൽ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്താൽ ഈ പറഞ്ഞ പോലെ ഒരു വെല്ലുവിളിയായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഓപ്പണന്റിനെ സർപ്രൈസ് ചെയ്യുന്ന രീതിയിൽ പുതിയ എലമെന്റ്സ് കൊണ്ടുവരിക, പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഈ ഗെയിം പ്ലാൻ കൊണ്ടുവരിക. അവിടെ എന്തെങ്കിലും ഒരു സർപ്രൈസിങ് ഈ ടാക്ടിക്സ് ഫോർമേഷൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യണമെന്നോ ഗെയിം പ്ലാൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യണമെന്നോ അല്ല. ഒരു ഫിലോസഫിയിൽ നിൽക്കുമ്പോൾ ആ രീതിയിലുള്ള ഗെയിം പ്ലാൻ ഫോളോ ചെയ്യേണ്ടി വരും. പക്ഷെ അതിൽ തന്നെ കാര്യമായുള്ള വേരിയേഷനോ കാര്യമായുള്ള അപ്ഡേഷനോ കൊണ്ടുവരാൻ ഇവാൻ പരാജയപ്പെട്ടു എന്നുള്ളത് എനിക്കും പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യമാണ്. സോ ഈ ഒരു കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറയാം അദ്ദേഹം ഒരു സീസൺ കൂടി ഡിസർവിംഗ് ആയിരുന്നു. അതും ഈ പറഞ്ഞ പോലെ കുറച്ച് കണ്ടീഷൻസ് കൂടി ഉണ്ട്. ഇഞ്ചുറീസ് അധികം വരാത്ത, ഇനി ഇഞ്ചുറീസ് വന്നാലും അതിനെ ബാക്കപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലൂണ പോയി കഴിഞ്ഞാൽ ലൂണയുടെ സെയിം പെർഫോമൻസ് ഡെലിവർ ചെയ്യുന്ന മറ്റൊരു ഇന്ത്യൻ പ്ലെയറോ ഫോറിൻ പ്ലെയറോ ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നിട്ടും ലൂണ പോയതിനു ശേഷവും പെപ്രെ ദിമിത്രോസിന്റെ സ്ട്രെങ്ത് വെച്ചിട്ട് ബ്ലാസ്റ്റേഴ്സ് കളി ജയിച്ച മാച്ചുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പെപ്രയും കൂടി പോയി കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ പിന്നെയും ആ ബാലൻസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. സോ ഇത്തരത്തിലൊരു സ്ട്രോങ് ആയിട്ടുള്ള സ്ക്വാഡും അതുപോലെ തന്നെ ഇഞ്ചുറീസ് അധികം വരാതെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു മെഡിക്കൽ ടീമും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബാക്കപ്പും ഉണ്ടായിട്ടൊരു സീസൺ കൊടുക്കുക. അവിടെയും ഈ പറഞ്ഞ സെയിം ടാക്ടിക്സ്, സെയിം ഫോർമേഷൻ, സെയിം ഗെയിം പ്ലാൻ തന്നെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കുറച്ച് അപ്ഡേഷൻ ഈ പറഞ്ഞ പോലെ ഗെയിം സ്റ്റൈലാണെങ്കിൽ ഇവൻ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതുണ്ട്. തുടർച്ചയായുള്ള 4ാമത്തെ സീസണിലും സെയിം സംഭവം തന്നെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പിന്നെയും വർക്കാവാൻ ചാൻസ് ഇല്ല. സോ അവിടെ ഈ പറഞ്ഞ 2 കണ്ടീഷനാണ്. അതിന് നല്ല സ്ക്വാഡ് കിട്ടണം, അതിന്റെ ഗെയിം പ്ലാനിൽ അപ്ഡേഷൻസ് വരുത്തണം. ഈ 2 കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും ഇനിയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോച്ചായിട്ട് തന്നെയാണ് എനിക്ക് ഇവാനെ ഫീൽ ചെയ്തത്. ഇതിനൊപ്പം നമ്മൾ ഈ കൺസിഡർ ചെയ്യേണ്ട ഒരു പോയിന്റ് കൂടി ഉണ്ട്. നമ്മൾ കുറച്ചുകൂടി ടീമിന്റെ മെന്റാലിറ്റി വൈസ് ആയുള്ള ഒരു കാര്യം കൂടി ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ടീം സ്പിരിറ്റ് എന്ന് പറയുന്ന കാര്യം. അത് ഫസ്റ്റ് സീസണിൽ ബ്ലാസ്റ്റേഴ്സിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ്. ആ പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റി വൈസ് ആയിട്ടുള്ള കാര്യം അത് നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. എല്ലാ പരിശീലകനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. കാരണം ഒരു പരിശീലകന് പറയുന്നതിന് ഒരു പരിധി ഉണ്ടാവും. ഒരേ കാര്യം തന്നെ നമുക്ക് എത്ര സീസണിൽ അല്ലെങ്കിൽ എത്ര വർഷം എത്ര മാച്ചുകൾക്ക് വേണ്ടി പറയാൻ പറ്റും. അത് കേട്ട് മടുക്കുന്ന ഒരു സമയം ഉണ്ടാവും. അവസാന മാച്ചുകളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ കോച്ചും കുറച്ചധികം ഡൗൺ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു പോസ്റ്റ് മാച്ച് ഇൻ്റർവ്യൂസിലൊക്കെ ആണെങ്കിലും എങ്ങനെയെങ്കിലും ഈ ലാസ്റ്റ് മാച്ച് കളിച്ച് തീർക്കണം ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് അദ്ദേഹം എത്തിയിരുന്നു. സോ എല്ലായ്പ്പോഴും നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും പോസിറ്റീവായിട്ട് കാണുന്ന ഒരു മനുഷ്യനാണ് ഇവൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെ പോലും ഡൗൺ ആവുന്ന രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോച്ച് തന്നെ ഡൗൺ ആയാൽ പ്ലേയേഴ്സ് പിന്നെ ഓട്ടോമാറ്റിക്കലി ഡൗൺ ആവും. സോ അവിടെ ഒരു അപ്ഡേഷൻ, അവിടെ ഒരു റീസ്റ്റാർട്ട്, അവിടെ ഒരു ചേഞ്ച് തീർച്ചയായിട്ടും ടീമിനെ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്തേക്കും. സോ ഇനിയുള്ള ഹോപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഈ പറഞ്ഞ പോലെ ഇവാൻ സെറ്റ് ചെയ്തെന്ന ഒരു ബേസ് ഉണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ പ്ലേയേഴ്സിനെ കൃത്യമായിട്ട് യങ് പ്ലേയേഴ്സിനെ കൊണ്ടുവന്നു, ഫോറിൻ പ്ലേയേഴ്സിന് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തു, നമുക്ക് പെർഫോമൻസ് വൈസ് ഒരു ക്വാളിറ്റി സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതൊരു ബേസ് ആക്കി എടുത്തിട്ട് ഇനി വരുന്ന കോച്ച് ഇതിൽ നിന്ന് കണ്ടിന്യൂ ചെയ്ത് ഒരു ബിഗിനിൽ നിന്ന് കംപ്ലീറ്റ് അഴിച്ചുപണിയിലേക്ക് പോകാതെ എല്ലാ പ്ലേയേഴ്സിനെ പറഞ്ഞു വിട്ട് പുതിയതായിട്ട് തുടങ്ങാതെ ഇതിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിലേക്ക് ഒരു പുതിയ കോച്ചിനെ കൊണ്ടുവന്നിട്ട് കൈറോളിസിന്റെ കരിയറിൽ അങ്ങനെയുള്ള
സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലൊരു കോച്ചിനെ കൊണ്ടുവന്ന് ബേസ് സെറ്റ് ചെയ്ത് മറ്റൊരു കോച്ചിനെ കൊണ്ടുവന്ന് കപ്പടിച്ചിട്ടുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ ഓൾറെഡി കേൾക്കുന്നുണ്ടാവും. സോ അത്തരത്തിലൊരു സംഭവം ആ ഒരു പ്ലാൻ ആണെങ്കിൽ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പക്ഷെ ഇവിടെ എന്തൊക്കെ നമ്മൾ സംഭവിച്ചാലും എത്രയൊക്കെ കോച്ചുമാരെ മാറ്റി കൊണ്ടുവന്നാലും എടുത്തു പറയേണ്ട മറ്റൊരു പോയിന്റ് കൂടിയുണ്ട്. ആ ഒരു കോച്ചിന് അവൈലബിൾ ആയുള്ള റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഇവാനല്ല, ഏത് കോച്ചിന് ഇപ്പോൾ സാക്ഷാൽ സെർജിയോ ലോബേര, ISL ഏറ്റവും സക്സസ്ഫുൾ ആയുള്ള കോച്ചുമാരിൽ ഒരാളാണ് സെർജിയോ ലോബേര. അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷെ അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ഒരു റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യാൻ നമ്മുടെ മാനേജ്മെന്റിന് കഴിഞ്ഞില്ലെങ്കിൽ ലോബേരെ സംബന്ധിച്ചിടത്തോളം അതിനെ കുറച്ച് ഫേവറേറ്റ് പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ജാഹു, മൊഹർത്താദ ഫോള്, കൃഷ്ണ, അങ്ങനെയുള്ള പ്ലേയേഴ്സിനെ അദ്ദേഹം ഡിമാൻഡ് ചെയ്യും. അവരെ തന്നെ വേണമെന്ന് ആവശ്യപ്പെടും. അത് പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരെ പ്രൊവൈഡ് ചെയ്തിട്ട് അവർക്ക് ഇഞ്ചുറി പറ്റി അവർക്ക് ബാക്കപ്പ് ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ മാനേജ്മെന്റിന് സാധിച്ചില്ലെങ്കിൽ സെർജിയോ ലോബേര അല്ല ആര് വന്നാലും ഇവിടെ രക്ഷപ്പെടാൻ പോകുന്നില്ല. കോച്ചിന് ആവശ്യമുള്ള റിസോഴ്സസും ബാക്കപ്സും കോച്ചിന് കിട്ടിയില്ലെങ്കിൽ വലിയ രക്ഷയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഇവാനെ പോലെ ഉള്ള റിസോഴ്സസ് വെച്ച് അല്ലെങ്കിൽ ഉള്ളത് വെച്ചിട്ട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കോച്ചുമാരെ കണ്ടുപിടിക്കേണ്ടി വരും. അവിടെയും ഈ പറഞ്ഞ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. അതുപോലെ ഡൗൺഫാൾ വരും. സീസണിൽ നമുക്ക് ഷീൽഡിലേക്കോ അല്ലെങ്കിൽ കപ്പിലേക്കോ ഒന്നും മത്സരിക്കാൻ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. സോ കോച്ചിനെ കൊണ്ടുവരാണെങ്കിൽ അതിന് അനുസരിച്ചുള്ള റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യാൻ കൂടി മാനേജ്മെന്റിനെ സാധിക്കും. സോ കോച്ചിനെ മാറ്റി പരീക്ഷിക്കുന്നത് ടീമിനെ ഹെൽപ്പ് ചെയ്തതിനേക്കാൾ കൂടുതൽ മാനേജ്മെന്റ് കുറച്ചുകൂടി വിജിലന്റ് ആയിട്ട് കുറച്ചുകൂടി ആക്റ്റീവായിട്ട് ഈ പറഞ്ഞ പോലെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൊക്കെ നമുക്ക് ആവശ്യത്തിന് പ്ലേയേഴ്സിനെ കൊണ്ടുവരേണ്ടതായിരുന്നു. അതൊന്നും നടന്നിട്ടില്ല. സീസൺ ഉടനീളം ആ ഒരു കോച്ചിനെ ആ ഒരു റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യാനോ ഈ സീസണിലും മാനേജ്മെന്റ് പരാജയപ്പെട്ടിട്ടുണ്ട്. ഇവനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും, ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് എല്ലാവർക്കും ഒരുപാട് സന്തോഷം തന്ന, പലരുടെ ലൈഫിൽ തന്നെ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുള്ളൊരു മനുഷ്യനാണ് ഇവൻ. ആൻഡ് ഒരിക്കലും ഇനി അങ്ങോട്ട് ബ്ലാസ്റ്റേഴ്സ് എന്ന ടീം ഉള്ളിടത്തോളം കാലം ഈ പേരും ഈ മനുഷ്യനോട് ഉണ്ടാക്കിയ ഓളവും ഒരിക്കലും ആരും മറക്കാൻ പോകുന്നില്ല. ആൻഡ് ഇതുപോലെ ഓരോരുത്തർ വരും. നമ്മുടെ സന്തോഷം മാത്രമാണ് ഇതിൽ കോൺസ്റ്റന്റ്. അത് തരുന്ന ആൾക്കാരിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. സോ ഇവരൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, താങ്ക്സ് ഫോർ എവരിത്തിങ്.